In this video, we will solve one more problem related to torsion. The question is the preliminary design of a large shaft connecting a motor to a generator calls for the use of a hollow shaft with inner and outer diameters 100 mm and 150 mm respectively. Knowing that the allowable shearing stress is 82 megapascal, determine the maximum torque that can be transmitted. Then first part of the question is by the shaft as designed, then by a solid shaft of the same weight, then by a hollow shaft of the same weight and 200 mm outer diameter. Okay, so ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു മോട്ടർ, ഞാൻ ടോർഷൻ്റെ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞപ്പം ഒരു എക്സാമ്പിൾ കാണിച്ചത് മോട്ടോർ ജനറേറ്റർ അസംബ്ലി ആയിരുന്നു. അതിൽ മോട്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് അല്ലെങ്കിൽ മോട്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് എഫക്റ്റ്, മോട്ടറിൽ വർക്ക് പവർ നമ്മൾ ഷാഫ്റ്റ് വഴി ജനറേറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. ദെൻ ജനറേറ്ററിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ ഒരു ഷാഫ്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഷാഫ്റ്റ് ഡിസൈൻ ചെയ്ത് ഇപ്പോൾ ഇനീഷ്യലി the shaft is a hollow shaft having inner diameter 100 mm and outer diameter 150 mm. ഇതുപോലത്തെ ഇതിൻ്റെ ഒരു ഷോർട്ടർ വേർഷൻ ആണ്. ഇവിടെ ഇത് കാണിച്ചിട്ടുള്ളത് ആക്ച്വലി അങ്ങനെ കട്ട് ചെയ്തു എന്നല്ല, ഇതൊരു ലോങ് ഷാഫ്റ്റ് ആണ്. നമുക്ക് കൺവീനിയൻസിന് വേണ്ടിയിട്ട് അതിനെങ്ങനെ ബ്രേക്ക് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഹോളോ ഷാഫ്റ്റ് ഉണ്ട്. അതിൻ്റെ ടോട്ടൽ ലെങ്ത് 2.4 മീറ്റർ ആണ്. അതിൽ ഇന്നർ ഡയമീറ്റർ ഔട്ടർ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ദെൻ ഇതിൽ അലോ ചെയ്യാൻ പറ്റിയ പെർമിറ്റ് ചെയ്യാൻ പറ്റിയ ഈ മെറ്റീരിയലിന് പെർമിറ്റ് ചെയ്യാൻ പറ്റിയ അലോവബിൾ ഷിയറിംഗ് സ്ട്രെസ് 82 മെഗാപാസ്കൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് ടോർക്കാണ് ഇതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഗിവൺ ഷാഫ്റ്റിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റിയ ടോർക്കിൻ്റെ മാക്സിമം ടോർക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ മാക്സിമം ഷിയർ സ്ട്രെസ് 82 മെഗാപാസ്കൽ വരെ ഇതിൽ ഡെവലപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഈ ടോർഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ടോർഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് 82 മെഗാപാസ്കൽ വരെ പോകാൻ പറ്റുള്ളൂ. അലോവബിൾ ഷിയറിംഗ് സ്ട്രെസ് 82 മെഗാപാസ്കലാണ്. അതാണ് ഫസ്റ്റ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ദെൻ ഈ ഷാഫ്റ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് സെയിം ലെങ്ത്തും സെയിം മെറ്റീരിയലും അതേ മെറ്റീരിയലുള്ള സെയിം ലെങ്ത്തുള്ള ഒരു സോളിഡ് ഷാഫ്റ്റ് ആക്കിയിട്ട് റീപ്ലേസ് ചെയ്തു വിത്ത് സെയിം വെയിറ്റ് ഓൾസോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൽ പെർമിറ്റ് ചെയ്യാൻ പറ്റിയ മാക്സിമം ടോർക്കിൻ്റെ വാല്യൂ ആണ് സെക്കൻഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇത്രയേ ചെയ്തിട്ടുള്ളൂ. ഈ ഷാഫ്റ്റിനെ റീപ്ലേസ് ചെയ്യുക, ഒരു സോളിഡ് ഷാഫ്റ്റ് ആക്കുക, കംപ്ലീറ്റ് ഹോളോയ്ക്ക് പകരം സോളിഡ് ഷാഫ്റ്റ് ആക്കുക, ഹാവിങ് ദ സെയിം ലെങ്ത് ആൻഡ് സെയിം വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ you have to calculate the value of torque for that case. Then again the third part of the question is, again the shaft is replaced into another hollow shaft of the same weight, but here instead of the outer diameter, in first case the outer diameter is 150 mm, but you have to replace it by a hollow shaft having outer diameter 200 mm. അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. സോ 3 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തേക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. So the first case, ഈ സെയിം ഷാഫ്റ്റ് 150 mm ഔട്ടർ ഡയമീറ്റർ 150 ഇന്നർ ഡയമീറ്റർ 100 ഉള്ള സെയിം ഷാഫ്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാം. അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ടോർക്കിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ടോമാക്സ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 82 മെഗാപാസ്കൽ. ദെൻ inner diameter is 100 mm or 0.1 meter, outer diameter 150 mm or 0.15 meter. Therefore you can calculate the polar modulus, polar moment of inertia. J is equal to pi by 32, outer diameter raised to 4 minus inner diameter raised to 4. Equation already നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് J as 39.88 into 10 raised to minus 6 meter raised to 4. Okay, now with the direct question on, we know that from torsional equation we know that T by J is equal to tau by rho is equal to G theta by L അല്ലെങ്കിൽ G5 by L ആണ്. അപ്പോൾ ഇതിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട് ആ ഒരു ആംഗിൾ ഓഫ് ട്വിസ്റ്റിൻ്റെ വാല്യൂസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. സോ ഈ ഒരു സെക്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട.
ഈ ഇത്രയും പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? We can find out the allowable or the maximum torque that can be transmitted with the help of this shaft. Okay, so T by J is equal to, from this T is equal to tau into J by rho എന്ന് വരും. But in this question it is given that the maximum അല്ലെങ്കിൽ allowable stress ആണ് ഇതിൽ പെർമിറ്റ് ചെയ്യാൻ പറ്റിയ allowable സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. സോ മാക്സിമം സ്ട്രെസ് അല്ലെങ്കിൽ allowable സ്ട്രെസ് നമുക്കറിയാം എപ്പോഴും ഈ ഔട്ടർ ഡയമീറ്ററിലാണ് എപ്പോഴും മാക്സിമം ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ മാക്സിമം ആവുക. ഇന്നർ പോയിന്റിൽ 0 ആയിരിക്കും. ദെൻ ഷിയർ സ്ട്രെസ് ലീനിയർ ആയിട്ട് വാരി ചെയ്ത് ഔട്ടർ സർഫസിൽ എത്തുമ്പോൾ മാക്സിമം എത്തും. സോ ഇത് മാക്സിമം ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഈ ഡയമീറ്റർ ഈ റേഡിയസ് ഔട്ടർ റേഡിയസ് ആയിരിക്കും. സോ സപ്പോസ് ഞാൻ അതിന് ഔട്ടർ റേഡിയസിന് C2 എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇത് ഔട്ടർ റേഡിയസ്. ഇന്നർ റേഡിയസ് ഇതാണ് ക്രോസ് സെക്ഷൻ എങ്കിൽ, ക്രോസ് സെക്ഷണൽ വ്യൂ കാണിക്കുകയാണെങ്കിൽ ഇതിനെ ഞാൻ C1 എന്ന് വിളിച്ചു. ദ ഔട്ടർ റേഡിയസ് ഈസ് ഡിനോട്ടഡ് ആസ് C2. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? T is equal to maximum allowable stress into polar moment of inertia divided by C2. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. T is equal to J into tau max divided by C2. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. J വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. tau max 82 megapascal. So 82 into 10 raised to 6 divided by C2. The outer diameter is given as 150 mm. So the outer radius is 75 mm അല്ലെങ്കിൽ 0.075 meter. So if you substitute all these values, the answer will be 43.6 into 10 raised to 3 Newton meter or 43.6 kilonewton meter എന്ന് കിട്ടും. So first question answer ആയി. Okay, now we have to solve the second question, B part. Again the same shaft, but instead of the hollow shaft, it is replaced by a സോളിഡ് ഷാഫ്റ്റ്. അപ്പോൾ ഇതാണ് ആ സോളിഡ് ഷാഫ്റ്റ് എന്ന് വിചാരിച്ചോ. അതിൻ്റെ ഇന്നർ റേഡിയസ് അല്ലെങ്കിൽ സോളിഡ് ഷാഫ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ റേഡിയസ് C3 ആണ്. ലെങ്ത് ഒക്കെ സെയിം ആണ്. നമുക്ക് മോട്ടറിൻ്റെ പൊസിഷനും നേരത്തെ ഇനീഷ്യലി ക്വസ്റ്റ്യനിൽ ഒരു മോട്ടർ ജനറേറ്റർ അസംബ്ലിയാണ്. ഇതിൻ്റെ ഈ പൊസിഷൻ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. Therefore the length of the shaft will be same. Length of the shaft 2.4 meter തന്നെയായിരിക്കും. സോ ലെങ്ത് സെയിം ആണ്. ദെൻ ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ഷാഫ്റ്റിൻ്റെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന ഈ സോളിഡ് ഷാഫ്റ്റിൻ്റെ വെയിറ്റും നേരത്തെ ക്വസ്റ്റ്യനിൽ തന്ന ഇനീഷ്യലി ഉള്ള ഈ ഷാഫ്റ്റിൻ്റെ വെയിറ്റും സെയിം ആവണം. ഓക്കെ, സോ അത് വെച്ചിട്ട് വേണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സെയിം ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. T is equal to J into tau max divided by C2 പകരം C3 ആവുന്നുള്ള ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ. ബട്ട് വി ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് ദിസ് റേഡിയസ്. ഈ സോളിഡ് ഷാഫ്റ്റിൻ്റെ ഈ റേഡിയസിൻ്റെ വാല്യൂ നമുക്കറിയില്ല. സോ ഫസ്റ്റ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് C3. അപ്പം അത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നത്. ബോത്ത് ദ ഷാഫ്റ്റ് ഹാവിങ് സെയിം വെയിറ്റ്. റീപ്ലേസ് ഇറ്റ് ബൈ എ സോളിഡ് ഷാഫ്റ്റ് ഓഫ് ദ സെയിം വെയിറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. റേഡിയസോ അല്ലെങ്കിൽ ഡയമീറ്ററോ കണ്ടുപിടിക്കാൻ പറ്റും. സോ നമ്മളോട് പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ ഹോളോ ഷാഫ്റ്റ്, എച്ച് എന്നുള്ളത് ഹോളോ ഷാഫ്റ്റിനെ ഞാൻ എച്ച് എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. വെയിറ്റ് ഓഫ് ഹോളോ ഷാഫ്റ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് സോളിഡ് ഷാഫ്റ്റ് ആണ്. ഓക്കെ, സോ വി നോ ദാറ്റ് വെയിറ്റ് മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മാസ് ഓഫ് ഹോളോ ഷാഫ്റ്റ് ഞാൻ സ്മോൾ ലെറ്റർ കൊടുത്ത് എഴുതാനുള്ള സൗകര്യത്തിന്. മാസ് ഓഫ് ഹോളോ ഷാഫ്റ്റ് ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സോളിഡ് ഷാഫ്റ്റ് ഇൻറ്റു ജി എന്ന് കിട്ടും. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണ്. യു ക്യാൻ ക്യാൻസൽ. സോ മാസ് ഓഫ് ഹോളോ ഷാഫ്റ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സോളിഡ് ഷാഫ്റ്റ് എന്ന് കിട്ടും. ഇനി മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? മാസ് ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. സോ ഇതിനെ ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ഓഫ് ഹോളോ ഷാഫ്റ്റ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ഹോളോ ഷാഫ്റ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ അതേപോലെ ചെയ്താൽ വോളിയം ഓഫ് സോളിഡ് ഷാഫ്റ്റ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സോളിഡ് ഷാഫ്റ്റ്. അപ്പോൾ ഇനി ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ നമ്മളോട് മെറ്റീരിയലിൻ്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ഹോളോ ഷാഫ്റ്റിനെ റീപ്ലേസ് ചെയ്ത് സോളിഡ് ഷാഫ്റ്റ് ആക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഷാഫ്റ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയലിൻ്റെ ഷാഫ്റ്റ് ആണെങ്കിൽ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് സോളിഡ് ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ മെറ്റീരിയൽ സെയിം ആണെന്നുള്ള അസംഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഡെൻസിറ്റി രണ്ടും സെയിം ആയിരിക്കും.
ഹോളോ ഷാഫ്റ്റിൻ്റെയും സോളിഡ് ഷാഫ്റ്റിന് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയും വേറെ മെറ്റീരിയൽ ആണ് അതിൻ്റെ ഡെൻസിറ്റി ഇത്രയാണെന്നുള്ള വാല്യൂസ് ഒക്കെ തരും. ബട്ട് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ യു ക്യാൻ അസ്യൂം ദാറ്റ് ബോത്ത് ദ ഷാഫ്റ്റ്സ് ആർ ഹാവിങ് സെയിം ഡെൻസിറ്റി. രണ്ടിൻ്റെയും ഡെൻസിറ്റി സെയിം ആണ്. സോ ഡെൻസിറ്റി ഓഫ് ഹോളോ ഷാഫ്റ്റ് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. സോ യു വിൽ ഗെറ്റ് വോളിയം ഓഫ് ഹോളോ ഷാഫ്റ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സോളിഡ് ഷാഫ്റ്റ്. ഓക്കെ, ഇനി ഒന്നും കൂടി നമുക്ക് ബേസിക് ക്വാണ്ടിറ്റീസ് ഡയമെൻഷനിലേക്ക് മാറ്റിയാൽ നമുക്ക് എന്ത് എഴുതാം? വോളിയം ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഏരിയ ഓഫ് സോളിഡ് ഷാഫ്റ്റ് ഇൻറ്റു ലെങ്ത് ഓഫ് സോളിഡ് ഷാഫ്റ്റ് എന്ന് എഴുതാം. സോറി, ഇവിടെ ഹോളോ അല്ലേ എഴുതിയത്. We can write volume as area of cross section of hollow shaft into length of hollow shaft is equal to area of solid shaft into length of solid shaft എന്ന് എഴുതാം. Volume is nothing but area into length. So again we are assuming the lengths are same. ലെങ്ത് ഹോളോ ഷാഫ്റ്റിൻ്റെയും സോളിഡ് ഷാഫ്റ്റിൻ്റെ ലെങ്ത് സെയിം ആണ്. കാരണം ജനറേറ്ററും മോട്ടറും ഒക്കെ ഒരു ഫിക്സഡ് പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. സോ ആ ഒരു പൊസിഷനൊന്നും മാറുന്നില്ല. സോ ഷാഫ്റ്റിൻ്റെ ലെങ്ത് നമ്മൾ ഇത്രയേ ചെയ്തുള്ളൂ, ഹോളോ ഷാഫ്റ്റ് മാറ്റി സോളിഡ് ആക്കി. ലെങ്ത് ഒക്കെ സെയിം തന്നെയാണ്. ഫിസിക്കൽ കണ്ടീഷൻ ആക്ച്വൽ സിറ്റുവേഷൻ സെയിം ആണ്. സോ ലെങ്ത് ക്യാൻസൽ ചെയ്ത് പോകും. സോ ഫൈനലി യു വിൽ ഗെറ്റ് ഏരിയ ഓഫ് ഹോളോ ഷാഫ്റ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സോളിഡ് ഷാഫ്റ്റ് എന്ന് കിട്ടും. നൗ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏരിയ ഒരു ഹോളോ ഷാഫ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇതാണ് നമ്മുടെ ഷാഫ്റ്റ് എങ്കിൽ ഇനി ഇന്നർ ഡയമീറ്റർ ഔട്ടർ ഡയമീറ്റർ ഒക്കെ തന്നിട്ടുണ്ട്. ഇത് ഡി ഇന്നർ റേഡിയസ് C1 ആക്കി എടുത്തു. C1 C2 ഇന്നർ റേഡിയസ് C1ഉം ഔട്ടർ റേഡിയസ് C2. അതേപോലെ ഇതൊരു സോളിഡ് ഷാഫ്റ്റ് ആണ്, അതിൻ്റെ നമ്മൾ റേഡിയസ് C3 ആയിട്ടാണ് എടുത്തത്. സോ ഏരിയ ഈസ് പൈ ആർ സ്ക്വയർ. സോ പൈ ഇൻറ്റു C2 സ്ക്വയർ മൈനസ് C1 സ്ക്വയർ എന്ന് കിട്ടും. ഔട്ടർ ഡയമീറ്റർ സ്ക്വയർ മൈനസ് ഇന്നർ റേഡിയസ് സ്ക്വയർ. ഔട്ടർ റേഡിയസ് സ്ക്വയർ മൈനസ് ഇന്നർ റേഡിയസ് സ്ക്വയർ. അതേമാതിരി ഇതിനെ സോളിഡ് ഷാഫ്റ്റിന് റേഡിയസ് C3 ആയിട്ടാണ് നമ്മൾ കൊടുത്തത്. സോ പൈ ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എടുത്താൽ പൈ C3 സ്ക്വയർ എന്ന് കൊടുത്തു. സോ പൈ ക്യാൻസൽ ചെയ്ത് പോകും. ഫ്രം ദിസ് ഇക്വേഷൻ യു ക്യാൻ കാൽക്കുലേറ്റ് C3 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് C2 സ്ക്വയർ മൈനസ് C1 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ദെൻ C2 നമുക്കറിയാം, ഇതിൻ്റെ ഡയമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ ഹോളോ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 150 100 ആണ്. സോ C2 എന്ന് പറഞ്ഞാൽ 75 mm ആണ്. C1 എന്ന് പറഞ്ഞാൽ 50 mm ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം തന്നിട്ടുള്ള റീപ്ലേസ് ചെയ്തിട്ടുള്ള സോളിഡ് ഷാഫ്റ്റിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പൈ ആർ സ്ക്വയർ 75 സ്ക്വയർ മൈനസ് 50 സ്ക്വയർ ഈസ് ഈക്വൽ ടു പൈ C3 സ്ക്വയർ എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ C3 ഈസ് ഈക്വൽ ടു 55.9 എന്ന് കിട്ടി. C3 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ എ പാർട്ട് ചെയ്ത അതേപോലെ തന്നെ ഫസ്റ്റ് കാൽക്കുലേറ്റ് ജെൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ജെ കിട്ടി. ദെൻ ടേക്ക് ദ എക്സ്പ്രഷൻ ഫോർ ടോർഷൻ ഫ്രം ടോർഷണൽ ഫോർമുല. അവർ ബേസിക് ടോർഷണൽ ഫോർമുല എടുക്കുക. അതിന്ന് ടോർക്കാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ടോർക്കിൻ്റെ ഇക്വേഷൻ എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 22.5 kilonewton meter എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നൗ ദ തേർഡ് പാർട്ട് ഈസ് ഓൾസോ ദ സെയിം. അഗെയിൻ ഇനീഷ്യലി ഉള്ള ഹോളോ ഷാഫ്റ്റിനെ റീപ്ലേസ് ചെയ്ത്, ഇനീഷ്യലി ഒരു ഹോളോ ഷാഫ്റ്റ് ഡയമീറ്റർ C1ഉം C2 ആയിരുന്നു റേഡിയസ്. അതിനെ മാറ്റി കുറച്ചും കൂടി വലിയ ഡയമീറ്റർ ഉള്ള ഒരു ഹോളോ ഷാഫ്റ്റ് ആക്കി. ഓക്കെ, സോ ഹാവിങ് ദ സെയിം വെയിറ്റ്. ഇതിൻ്റെ ഈ ഹോളോ ഷാഫ്റ്റിൻ്റെ വെയിറ്റും കണ്ടീഷൻ എ പാർട്ടിലുള്ള ഹോളോ ഷാഫ്റ്റിൻ്റെ വെയിറ്റും ഈ സി ക്വസ്റ്റ്യനിലുള്ള റീപ്ലേസ് ചെയ്ത ഹോളോ ഷാഫ്റ്റിൻ്റെ വെയിറ്റും സെയിം ആണ്. സോ നേരത്തെ പോലെ നമുക്ക് ഇക്വേഷൻ റെഡ്യൂസ് ചെയ്ത് വന്നാൽ ഫൈനലി യു വിൽ ഗെറ്റ് ദ ഏരിയ ഓഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ എ, ദ ഷാഫ്റ്റ് ഇൻ ക്വസ്റ്റ്യൻ എ വിൽ ബി ഈക്വൽ ടു ഏരിയ ഓഫ് ദ ഷാഫ്റ്റ് ഇൻ ക്വസ്റ്റ്യൻ സി എന്ന് കിട്ടും. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്ന ഈ ഷാഫ്റ്റിൻ്റെ ഔട്ടർ റേഡിയസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഈ റേഡിയസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഞാൻ ഇതിന് C4 എന്ന് കൊടുത്തു, ഇത് C5. സോ C4ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ്സ് ഹാവിങ് എ ദ സെയിം വെയിറ്റ്, ഔട്ടർ ഡയമീറ്റർ 200 mm എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് കിട്ടിയ ഈ C4 ഔട്ടർ ഡയമീറ്റർ 200 ആണ്. സോ ഔട്ടർ റേഡിയസ് ഈസ് 100 mm. ബട്ട് ഈ ഇന്നർ
റേഡിയസ് നമുക്കറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നേരത്തത്തെ പോലെ സെയിം വെയിറ്റ് ആയതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ രണ്ടിൻ്റെയും ഏരിയ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ ഏരിയ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കേസ് പൈ ഇൻറ്റു 75 സ്ക്വയർ മൈനസ് 50 സ്ക്വയർ എന്ന് വരും. ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇവിടുത്തെ സെയിം ഔട്ടർ റേഡിയസ് സ്ക്വയർ മൈനസ് ഇന്നർ റേഡിയസ് സ്ക്വയർ 100 സ്ക്വയർ മൈനസ് C5 സ്ക്വയർ എന്ന് വരും. സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ C5ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ C5 കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ കാൽക്കുലേറ്റ് ദ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ J കണ്ടുപിടിക്കാൻ പറ്റും. അഗെയിൻ ദി സെയിം എക്സ്പ്രഷൻ പൈ ബൈ 2. Either you can go for this equation pi by 2 radius raised to 4 minus outer radius raised to 4 minus inner radius 4. അല്ലെങ്കിൽ ഡയമീറ്ററിൻ്റെ ടേംസിലാണെങ്കിൽ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യാം. പൈ ബൈ 32 ഡയമീറ്റർ D4 raised to 4 minus D5 raised to 4. ഈ ഇക്വേഷൻ ഡയമീറ്ററിൻ്റെ ബേസിലാണ് ഇക്വേഷൻ എഴുതുന്നതെങ്കിൽ ഇവിടെ 32 വരും. റേഡിയസിൻ്റെ ബേസിലാണെങ്കിൽ ഇറ്റ് ഈസ് ബൈ 2. സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ജെൻ്റെ വാല്യൂ കിട്ടി. നൗ ജെ കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ കാൽക്കുലേറ്റ് ടി. ഓക്കെ, സോ 3 കേസിലുള്ള ടീൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് കേസിൽ ഹോളോ ഷാഫ്റ്റിൻ്റെ ഫസ്റ്റ് കേസ് ആണെങ്കിൽ 43.6 അത്രയും ടോർക്കാണ് ആ ഷാഫ്റ്റിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുക. ഇവിടെ പറഞ്ഞിട്ടുള്ളതല്ലേ, മാക്സിമം ടോർക്ക് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ്. ആ ഒരു ടോർക്കാണ് അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുക. സെക്കൻഡ് കേസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് this much 22.5. Then third case, if you use a bigger shaft having outer diameter 200 mm, it can transmit 68.05 kilonewton meter. ഓക്കെ, സോ ഇതുപോലുള്ള പ്രോബ്ലംസ് ഇനിയും നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ടെക്സ്റ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇനി കുറച്ച് രണ്ട് ഡെഫിനിഷൻസും കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. രണ്ട് സിമ്പിൾ ഡെഫിനിഷനാണ്. ഫസ്റ്റ് ടേം ഈസ് പോളാർ മോഡുലസ്. സോ നമ്മൾ ടോർഷണൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കറിയാം ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ടോ ബൈ റോ അല്ലെങ്കിൽ ടോ മാക്സ് ബൈ സി ആണ്. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ടി ഇസ് ഈക്വൽ ടു ജെ ബൈ സി ഇൻറ്റു ടോ മാക്സ് എന്ന് എഴുതാം, അല്ലേ? നമ്മുടെ ടോർഷണൽ ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് ടി ഇസ് ഈക്വൽ ടു ഈ ജെനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക ജെ ബൈ സി ഇൻറ്റു ടോ മാക്സ്, വേർ ഈ ജെ ബൈ സിനെ സാധാരണ വിളിക്കുന്ന പേരാണ് സെഡ് പി. സോ വി ക്യാൻ റൈറ്റ് ടി ഈസ് ഈക്വൽ ടു സം സെഡ് പി ഇൻറ്റു ടോ മാക്സ്. എപ്പോഴും മാക്സിമത്തിൽ വെച്ചിട്ടാണ് ഈ സെഡ് പി എന്നുള്ള ടേം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ടി ഈസ് ഈക്വൽ ടു ടോ മാക്സ് ഇൻറ്റു സെഡ് പി, വേർ ദിസ് സെഡ് പി, ഈ സെഡ് പി എന്നുള്ള ടേമിനെ വിളിക്കുന്ന പേരാണ് പോളാർ മോഡുലസ്. ദാറ്റ് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ജെ ബൈ ഔട്ടർ റേഡിയസ് ജെ ബൈ സി അല്ലെങ്കിൽ ജെ ബൈ ആർ എന്നുള്ള ഈ ടേമിനെ വിളിക്കുന്ന പേരാണ് പോളാർ മോഡുലസ്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the ratio of polar moment of inertia to the extreme radial distance of the fiber from the center. So ZP എന്നുള്ളത് ഓർമ്മിക്കുക, ZP എന്നുള്ളത് എപ്പോഴും ഒരു സോളിഡ് ഷാഫ്റ്റ് ആണെങ്കിൽ, സപ്പോസ് വി ആർ കൺസിഡറിങ് എ സോളിഡ് ഷാഫ്റ്റ്, ഇറ്റ് ഈസ് ഈ ഒരു ഔട്ടർ ലെയറിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു റേഡിയസിനെ ബേസ് ചെയ്തിട്ടാണ് ZP ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിവൈഡഡ് ബൈ ദിസ് ഔട്ടർ മാക്സിമം. ഇവിടെയാണ് ഈ ഔട്ടർ സർഫസിലാണ് ടോമാക്സ് ഡെവലപ്പ് ചെയ്യുക. സോ ടോമാക്സിന് മാക്സിമം സ്ട്രെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് പോളാർ മോഡുലസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റേഷ്യോ ഓഫ് ജെ ആൻഡ് സി. ഓക്കെ, ദെൻ ഫോർ എ സോളിഡ് നമുക്ക് വേണമെങ്കിൽ ഈ സെഡ് പിക്ക് ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. നമുക്ക് നേരത്തെ ചെയ്തതിന് പകരം ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ യൂസ് ചെയ്തതിന് പകരം നൗ ഡയറക്റ്റ്ലി യു ക്യാൻ യൂസ് ടോർക്ക് ഈസ് ഈക്വൽ ടു സെഡ് പി ഇൻറ്റു ടോമാക്സ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ സെഡ് പിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ മതി. സോളിഡ് ഷാഫ്റ്റ് ആണെങ്കിൽ സെഡ് പിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ സെഡ് പിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഒരു സോളിഡ് ഷാഫ്റ്റ് ആണ് ഹാവിങ് ഡയമീറ്റർ ഡി. ഇങ്ങനെ ഒരു സോളിഡ് ഷാഫ്റ്റ് ഉണ്ട്, ഇതിൻ്റെ ഡയമീറ്റർ ഒരു ഡി ആണെങ്കിൽ സെഡ് പിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടാവുന്നേ ഉള്ളൂ. സെഡ് പി ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് ജെ ബൈ ഔട്ടർ റേഡിയസ് ആണ്. സോ ജെ മീൻസ് ഒരു സോളിഡ് ഷാഫ്റ്റ് ഉണ്ട്, അതിൻ്റെ ജെ എന്ന് പറഞ്ഞാൽ പൈ ബൈ, ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ ആണെങ്കിൽ പൈ ബൈ 32 ഡി റേസ് ടു 4 ആണ്, അല്ലേ?
പൈ ബൈ 32 ഡി റേസ് ടു 4 ആണ്. ഇനി റേഡിയസിന് പകരം ഞാൻ ഇത് ഇവിടെ ഡയമീറ്ററിൻ്റെ ടേംസിൽ എഴുതിയത് കൊണ്ട് റേഡിയസിനെ ഞാൻ ഡയമീറ്റർ ടേംസിൽ എഴുതി. സോ ഐ ക്യാൻ റൈറ്റ് ഡി ബൈ 2. റേഡിയസിന് പകരം ഡി ബൈ 2 എന്ന് എഴുതാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡി ക്യാൻസൽ ചെയ്ത് ഇവിടെ ഡി ക്യൂബ് ആവും. ഇത് 2 മേലോട്ട് പോകുമ്പം ഫൈനൽ റിസൾട്ട് വിൽ ബി പൈ ബൈ 16 ഡി ക്യൂബ് എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് ഓർമ്മിച്ച് വെക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പോളാർ മോഡുലസ് ഫോർ എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ഈസ് പൈ ബൈ 16 ഡി ക്യൂബ്. Similarly, you can find out for a hollow circular shaft with external diameter d1 and internal diameter d2. Same approach. ഒരു ഹോളോ സർക്കുലർ ഷാഫ്റ്റ് ഉണ്ട്. അതിൻ്റെ ഔട്ടർ ഡയമീറ്റർ d1 ആണ്, ഇന്നർ ഡയമീറ്റർ d2 ആണ്. ഇത് d2, ഇത് d1. അങ്ങനെയാണെങ്കിൽ നേരത്തെ പോലെ തന്നെ സെറ്റ് പിൻ്റെ ബേസിക് ഡെഫിനിഷൻ സെറ്റ് പി ഈസ് ജെ ബൈ സി ആണ്. സോ ജെ മീൻസ് പൈ ബൈ 32 d1 raised to 4 മൈനസ് d2 raised to 4 എന്ന് വരും. d1 raised to 4 മൈനസ് d2 raised to 4 ഡിവൈഡഡ് ബൈ സി എന്നുള്ള വാല്യൂ എന്തെടുക്കണം? എപ്പോഴും സെറ്റ് പി മാക്സിമത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ സി മീൻസ് ഇതാണ് ഈ ഒരു റേഡിയസ്, ഔട്ടർ റേഡിയസ്, ഇതിൻ്റെ എക്സ്ട്രീം ഫൈബറിലേക്കുള്ള ഈ ഷാഫ്റ്റിൻ്റെ എക്സ്ട്രീം പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സി. സോ ദിസ് ഈസ് യുവർ സി. ഈ സി എന്ന് പറഞ്ഞാൽ ഈ ഔട്ടർ ഔട്ടർ സർഫസിലേക്കുള്ള റേഡിയസ് എടുക്കണം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് d1 ബൈ 2 ആണ്. ഓക്കെ, സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് പിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. പൈ ബൈ 16 d1 റേസ് ടു 4 മൈനസ് d2 റേസ് ടു 4 ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു d1 കൂടി വരും. ഓക്കെ, ഇതാണ് സെറ്റ് പിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത്, ഇപ്പം ഷാഫ്റ്റ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷാഫ്റ്റിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റൊട്ടേറ്റിംഗ് മെമ്പർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ. ഇപ്പം മോട്ടോർ, ജനറേറ്റർ അസംബ്ലി ഒക്കെ ആണെങ്കിൽ മോട്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനെ അതർ എൻഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ത്രൂ ഇറ്റ്സ് റൊട്ടേഷൻ, ആ റൊട്ടേഷൻ വൈസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെമ്പറിനെയാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ പവർ ട്രാൻസ്മിഷൻ എന്നുള്ള നമുക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എത്ര എമൗണ്ട് ആണ് പവർ, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സപ്പോസ് ടോർക്കിൻ്റെ വാല്യൂ നമുക്കറിയാം, അതിൻ്റെ ടോർഷൻ, ഒരു ഷാഫ്റ്റിൻ്റെ ടോർഷൻ നമുക്ക് അറിയുമെങ്കിൽ അതിൻ്റെ പവർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. സോ ഇത് ഓൾറെഡി നിങ്ങൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, ഞാൻ ഡീപ്പായിട്ട് പറയുന്നില്ല, ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം പറയാം. വി നോ ദാറ്റ് ഫോർ എ ലീനിയർ, ഇപ്പോൾ ഒരു ലീനിയർ മോഷൻ ആണെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അല്ലേ? ഒരു സാധനം മൂവ് ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ മൂവ് ചെയ്യാൻ യൂസ് ചെയ്ത എനർജീനെയാണ് വർക്ക് ഡൺ എന്ന് പറയാം. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ സെയിം ടേം നമ്മൾ റൊട്ടേഷൻ വരുമ്പം, ഇത് ലീനിയർ മൂവ്മെൻ്റ് ആണ്, റൊട്ടേഷൻ വരുമ്പം ഫോഴ്സിന് പകരം എന്ത് വരും? ഹിയർ ഇറ്റ് വിൽ കം ടോർക്ക്. ഫോഴ്സിന് അതേ ലീനിയർ മോഷനിൽ ഫോഴ്സിൻ്റെ അതേ ഇതാണ് റൊട്ടേറ്റിംഗ് മോഷനിൽ, ഇവിടെ റൊട്ടേഷനാണ്, റൊട്ടേറ്റിംഗ് മോഷനിൽ ടോർക്ക്. സോ ഇറ്റ്സ് ബിക്കം ടോർക്ക് ഇൻറ്റു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ഇവിടെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ അല്ലെങ്കിൽ ഫൈ എന്നുള്ള ടേം വരും. എത്രയാണോ അതിന് ആംഗുലർ ട്വിസ്റ്റ് ഉണ്ടായത്, സോ ടി ഇൻറ്റു തീറ്റ എന്ന് വരും. ഇനി നമുക്ക് വേണ്ടത് പവറാണ്. പവർ മീൻസ് വർക്ക് ഡൺ പെർ സെക്കൻഡ്, എനർജി പെർ സെക്കൻഡ് ആണ്. സോ ഇതിനെ ഞാൻ ഡിവൈഡിങ് ബൈ ടൈം ചെയ്യാണ്. വർക്ക് ഡൺ പെർ സെക്കൻഡ് അല്ലെങ്കിൽ യൂണിറ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ ഇത് ഡിവൈഡഡ് ബൈ ടൈം ചെയ്തു. ഓക്കെ, സോ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? വർക്ക് ഡൺ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു തീറ്റ ബൈ ടൈം എന്ന് കിട്ടും. സോ വാട്ട് ഈസ് ദിസ് ടേം? ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, അല്ലേ? ഇതെന്ത് വരും? നമുക്ക് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി ആയിരുന്നു. സിമിലർലി ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ആണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഒമേഗ. സോ വി വിൽ ഗെറ്റ് വർക്ക് ഡൺ പെർ സെക്കൻഡ് ഓർ ദ പവർ ഈസ് ഈക്വൽ ടു ടി ഒമേഗ എന്നുള്ള എക്സ്പ്രഷൻ കിട്ടും. പവർ ഈസ് ഈക്വൽ ടു ടി ഒമേഗ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പവർ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഒമേഗ, where T means it is the torque.
ആ ഷാഫ്റ്റിൻ്റെ ടോർക്കിനെയാണ് ടി എന്ന് പറയുന്നത്. ഒമേഗ ഈസ് ദ ആംഗുലർ വെലോസിറ്റി ഓഫ് ദാറ്റ് ഷാഫ്റ്റ്. ഓക്കെ, ഇനി ഈ ഒമേഗയ്ക്ക് നിങ്ങൾ മെക്കാനിക്സിൽ വേറൊരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ടാവും. സപ്പോസ് നമുക്കറിയാം ഒരു സിംഗിൾ റെവല്യൂഷൻ, ഒരു വൺ റൊട്ടേഷൻ മീൻസ് 2π റേഡിയൻ ആണ് അല്ലേ. സപ്പോസ് വി ആർ അസ്യൂമിങ് ദാറ്റ് ദ ഷാഫ്റ്റ് ഈസ് ഹാവിങ് ഒരു യൂണിറ്റ് ടൈമിൽ n റെവല്യൂഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ഷാഫ്റ്റ് n ടൈംസ് റൊട്ടേറ്റ് ചെയ്തു. സോ ഇത് എന്ത് വരും, 2πn റേഡിയൻ എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് യൂണിറ്റ് ടൈമിലാണ് അല്ലെങ്കിൽ പവറാണ്, റേഡിയൻ പെർ സെക്കൻഡിനെയാണ് നമ്മൾ ഒമേഗ എന്ന് പറയുന്നത്. സോ ഒമേഗേൻ്റെ ടേംസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഞാൻ രണ്ട് സൈഡിലും ടൈമിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ റെവല്യൂഷൻ പെർ സെക്കൻഡ്. സോ ഇതെന്തായിട്ട് മാറി, റെവല്യൂഷൻ പെർ സെക്കൻഡ് അല്ലെങ്കിൽ റേഡിയൻ പെർ സെക്കൻഡ്. ഇതാണ് നമ്മളെ ഒമേഗ എന്ന് പറഞ്ഞ ആംഗുലർ വെലോസിറ്റി. ഒരു സിംഗിൾ റെവല്യൂഷൻ ആണെങ്കിൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ എ സിംഗിൾ ഒരു സിംഗിൾ റൊട്ടേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് 2π ടൈമാണ്, ടൈം പീരീഡ് ആണ്. ഇനി n റൊട്ടേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് 2πn ടൈമാണ്. ഇനി സപ്പോസ് ഈ എന്നിൻ്റെ വാല്യൂ സാധാരണ റൊട്ടേഷൻ പെർ മിനിറ്റിലാണ് ചെയ്യാറ്. ഒരു പെർ യൂണിറ്റ് സെക്കൻഡിൽ പകരം സാധാരണ റൊട്ടേഷൻ പെർ മിനിറ്റ് RPM-ലാണ് എന്നിൻ്റെ വാല്യൂ മെൻഷൻ ചെയ്യാറ്. സോ ഇവിടെ സെക്കൻഡിലേക്ക് മാറ്റാൻ, SI യൂണിറ്റിലേക്ക് മാറ്റാൻ യു ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ബൈ 60. സോ ഒമേഗാൻ്റെ എക്സ്പ്രഷൻ 2πn/60 എന്ന് വരും, റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, so we can substitute that value here. ഒമേഗേൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ the expression for power is equal to 2πnt/60 എന്ന് വരും. ഓക്കെ, ഇത് നിങ്ങൾ മെക്കാനിക്സ് പഠിച്ചതായതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോയത്. അപ്പോൾ ഫൈനലി നിങ്ങൾ ഓർമ്മിക്കേണ്ട ഇക്വേഷൻ, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ ഓർമ്മിക്കുക. പവർ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് 2πnt/60. Power is equal to 2πnt/60, where T represents the torque and N is the rotation per minute. ആ ഷാഫ്റ്റ് ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ള ടേമാണ് N റെപ്രസെൻറ്റ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് RPM. ഇറ്റ് ഈസ് ഇൻ RPM. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോളാർ മോഡുലസ് ഡിഫൈൻ ചെയ്തു. ദെൻ വി ഫൈൻഡ് ഔട്ട് ആൻ എക്സ്പ്രഷൻ ഫോർ പവർ ട്രാൻസ്മിഷൻ. ദെൻ ദ തേർഡ് ടേം ടോർഷണൽ റിജിഡിറ്റി. ഇത് കാര്യമായിട്ട് നമ്മൾ ഡീപ്പായിട്ടൊന്നും നോക്കുന്നില്ല. അപ്പോൾ നമുക്ക് ടോർഷണൽ റിജിഡിറ്റീൻ്റെ ജസ്റ്റ് ഡെഫിനിഷൻ നോക്കാം. ഇതാണ് നമ്മളെ ടോർഷണൽ ഇക്വേഷൻ. നമ്മൾ ബേസിക് ടോർഷണൽ ഇക്വേഷൻ എടുത്തപ്പോൾ T/J is equal to τ/ρ is equal to G∅L എന്നാണ് നമ്മുടെ ടോർഷണൽ ഇക്വേഷൻ. ഇനി ഞാൻ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിഫൈൻ ചെയ്ത ടേമൊക്കെ ഇത് രണ്ടും ബേസ് ചെയ്തിട്ടായിരുന്നു. നൗ ഈ ഒരു സെക്ഷനിൽ ഈ ടോർഷണൽ ഡിജിറ്റ് ഡിഫൈൻ ചെയ്യാൻ ഞാൻ ഈ ഒരു ടേമും ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൺസിഡർ ചെയ്തു. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് വെച്ചിട്ട് ഫ്രം ദിസ് റിലേഷൻ വി ക്യാൻ റൈറ്റ് T is equal to G/J∅L എന്ന് എഴുതാം. വേർ ദിസ് G/J ഈ ടേമിനെ വിളിക്കുന്ന പേരാണ് the term G/J is denoted as or known as torsional rigidity. The term Gj may be looked upon as the torque required to introduce a unit angle of twist in a unit length and is called torsional rigidity, or it is also called the stiffness of the shaft. ഷാഫ്റ്റിൻ്റെ സ്റ്റിഫ്നെസ് മെഷർ ചെയ്യാനുള്ള ഒരു ടേമാണ് ഈ G/J എന്ന് പറഞ്ഞാൽ. സോ T is equal to Gj/∅L. അല്ലെങ്കിൽ ഈ ടേമിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും, അതിൻ്റെ ഡെഫിനേഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം പെട്ടെന്ന് ആ ഡെഫിനേഷൻ വായിച്ചാൽ മനസ്സിലാവില്ല, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സപ്പോസ് ഒരു ടോർക്ക് 1 ന്യൂട്ടൺ മീറ്റർ ആണെന്ന് വെച്ചു, അല്ലെങ്കിൽ 1 യൂണിറ്റ് ആണെന്ന് വെച്ചു. അതേമാതിരി ഫൈയും ഒരു 1 ഡിഗ്രി അല്ലെങ്കിൽ 1 റേഡിയൻ, ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ആംഗുലർ ട്വിസ്റ്റ് ആണ്, 1 യൂണിറ്റ് ആണ് ആംഗുലർ ട്വിസ്റ്റ്. ആൻഡ് സപ്പോസ് എല്ലും ഒരു 1 മീറ്റർ ആണെങ്കിൽ G/J എന്നുള്ള ടേം ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഒരു യൂണിറ്റ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ, അതായത് ഇതാണ് പറയുന്നത്, ഇറ്റ് ഈസ് ആസ് ദ ടോർക്ക് റിക്വയർഡ് ടു
ഇൻട്രൊഡ്യൂസ് എ യൂണിറ്റ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഇൻ എ യൂണിറ്റ് ലെങ്ത്. ഇപ്പോൾ ജി ഇൻറ്റു ജെ എന്നുള്ള ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഡിഗ്രി ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു 1 മീറ്റർ ലെങ്ത് ഉള്ള ഷാഫ്റ്റിൽ ഈ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടോർക്കാണ് വേണ്ടത്, അതിനെയാണ് ജി ഇൻറ്റു ജെ എന്നുള്ള ടേം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ഷാഫ്റ്റ് കൺസിഡർ ചെയ്തു. ആ ഷാഫ്റ്റിൻ്റെ ലെങ്ത് 1 യൂണിറ്റ് അല്ലെങ്കിൽ 1 മീറ്റർ ആണെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ ഇതിന് ഈ ഷാഫ്റ്റിന് എനിക്കൊരു ആംഗിൾ ഓഫ് ട്വിസ്റ്റ് 1 ഡിഗ്രി പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് ഇവിടുത്തെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു, അതിനെ ഒരു 1 ഡിഗ്രി എ ഡാഷിലേക്ക് എത്തിക്കണം. ഓക്കെ, ഒരു 1 ഡിഗ്രി ഈ ആംഗിൾ, സപ്പോസ് ദിസ് ആംഗിൾ ഈസ് ദിസ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഈസ്, ഈ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് 1 ഡിഗ്രി ആണ്. ഓക്കെ, ഇങ്ങനെ 1 ഡിഗ്രി ആംഗിൾ ഓഫ് ഈ ഒരു 1 ഡിഗ്രി ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഷാഫ്റ്റിൻ്റെ മുകളിൽ എത്ര ടോർക്ക് കൊടുക്കണം, ആ വാല്യൂവിനെയാണ് ജി ഇൻറ്റു ജെ എന്നുള്ള ടേം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് എ 1 ഡിഗ്രി ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഫോർ എ ഷാഫ്റ്റ് ഹാവിങ് 1 മീറ്റർ ലെങ്ത്, ഹൗ മച്ച് ടോർക്ക് ഈസ് റിക്വയർഡ്, അതിനെയാണ് ടോർഷണൽ റിജിഡിറ്റി എന്ന് പറയുന്നത്.